ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ വീട്ടിലുള്ള ചേരുവ മാത്രമേ വേണ്ടുള്ളൂ നമുക്ക് ചെയ്യാനായിട്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു ബൗളിനകത്തോട്ട് വറക്കാത്ത റവ ഒരു കപ്പ് ചേർത്ത് കൊടുക്കുക. അതിനകത്തോട്ട് നമുക്ക് അര കപ്പ് പഞ്ചസാര, അതുപോലെ തന്നെ നമുക്ക് അര കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കാം. പാലാണെങ്കിലും നമ്മൾ തിളപ്പിക്കാത്ത പാലാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ അതൊരു 1/4 കപ്പും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വരുന്ന സമയത്ത് ഇത് കുറച്ച് ലൂസായിട്ട് വരും. ഇപ്പം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ടൈറ്റ് ആയിരിക്കും. പക്ഷെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും അത് നല്ല ലൂസായിട്ട് വരും. അപ്പം നന്നായിട്ട് നമുക്കിതൊന്ന് 1-2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചാൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കാരണം റവയൊക്കെ എപ്പോഴും വീട്ടിലുള്ളതല്ലേ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് ലൂസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം വേണം നമ്മൾ ബാക്കി ചെയ്യാനായിട്ട്. ഇപ്പൊ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് അത്യാവശ്യം റവയൊക്കെ നല്ല പോലെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തോട്ട് മൈദ ചേർത്ത് കൊടുക്കണം. അപ്പൊ നമുക്കൊരു അര കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡർ ആണ്. അപ്പോൾ അത് നമുക്ക് ഒരുപാടൊന്നും വേണ്ട. നമ്മൾ സാധാരണ ചേർക്കുന്ന പോലെ ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുക, അപ്പക്കാരം. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ അത്യാവശ്യം ടൈറ്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ നമുക്കിത് കുറച്ചൊന്ന് ലൂസ് ആക്കണം. ഒരു 3-4 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കുക. നമ്മൾ കേക്കാണ്, അതുകൊണ്ട് തന്നെ എല്ലാം റൂം ടെമ്പറേച്ചറിൽ തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ പാൽ ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്, 4 ടേബിൾ സ്പൂൺ. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഇവിടെ റെഡിയായി. ഇത്രയും നമുക്ക് പണിയുള്ളൂ. ഇനി നമുക്ക് ഇതൊരു കേക്ക് ടിന്നിനകത്തോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. കേക്ക് ടിന്ന് തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ബൗൾ എടുത്താൽ മതി. നന്നായിട്ട് അതിൽ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം, അത് മറന്നു പോകരുത്. അതിനുശേഷം നമുക്കിത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ഇത് സ്റ്റീം ചെയ്യാണ്, അല്ലാതെ നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്യല്ല. അപ്പോൾ കുറച്ചൊന്ന് വെള്ളം ഒന്ന് ചൂടാക്കാൻ വെക്കുക. അതിനകത്തോട്ട് റിങ് ഇട്ട് കൊടുക്കുക. വെള്ളം നന്നായിട്ട് തിളക്കുന്ന സമയത്ത് നമുക്ക് ഈ കേക്ക് ടിൻ അതിൽ ഇറക്കി വെച്ച് കൊടുക്കുക. പിന്നെ ഇതിനകത്തോട്ട് വെള്ളം വീഴാണ്ടിരിക്കാനായിട്ട് മേലെ ഒരു തുണി ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതേ അടപ്പ് നന്നായിട്ടൊന്ന് അടച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കേക്കിനകത്തോട്ട് വെള്ളം ഇറങ്ങില്ല. ഇനി നമുക്ക് ഏകദേശം ഒരു 20-25 മിനിറ്റ് വേവിച്ചാൽ മതി. ഞാൻ 30 മിനിറ്റ് വേവിച്ചപ്പോഴേക്കും ഒരുപാട് അങ്ങ് പൊങ്ങി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും സമയം വേണ്ട. ഒരു 20 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും വെന്ത് കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് 20 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ച് കുത്തി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിന് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. അപ്പോൾ കേക്ക് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു സോസ് പാനിൽ 1/3 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു കപ്പിൻ്റെ 1/3. അതിനകത്തോട് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കുക. നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ചെയ്തെടുക്കാൻ നോക്കുക. അപ്പോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് ചെയ്തെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട. ഇത് നന്നായിട്ട് കാരമലൈസ് ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ഒരു അര കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോഴേക്കും ഇത് നല്ലപോലെ പതഞ്ഞു വരും. അതുകൊണ്ട് തന്നെ കുറച്ച് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് പഞ്ചസാര നല്ലപോലെ ക്രിസ്റ്റലായിട്ട് വരും, കട്ടിയായിട്ട് വരും. അത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഉരുക്കിയെടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം നമുക്ക് ഏകദേശം 1.5 കപ്പ് പാല് മതി. 1/2 ലിറ്റർ മുഴുവനായിട്ട് വേണ്ട, 1/2 ലിറ്ററിൻ്റെ അടുത്തേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി പാലും കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരു 1/4 ഭാഗം പാല് വറ്റിച്ചെടുക്കണം, എന്നാൽ നല്ല ക്രീമി ആയിട്ടുള്ള ടെക്സ്ചർ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ 1/4 ഭാഗം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇനി നമ്മുടെ കേക്ക് ചൂടാറിയിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക. കേക്കിൻ്റെ ഉള്ളിലേക്ക് ആ പാല് നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഫോർക്ക് വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താൽ മതി. സൈഡൊക്കെ ഒന്ന് വിടുവിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ അത് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേലെയായിട്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ പാല് ചേർത്ത് കൊടുക്കുക. ഈ പാല് നന്നായിട്ട് സോക്കായിട്ട് വേണം നമ്മളിത് കഴിക്കാനായിട്ട്. ചൂടോടെ തന്നെയാണ് പാൽ ഒഴിക്കുന്നത്. അതിൻ്റെ മേലെ നമുക്ക് ഇനി കുറച്ച് ബദാം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. നട്ട്സ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി.
നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പാല് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തോളൂ. നല്ലപോലെ അത് സോക്കായതിന് ശേഷം കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. ഇത് ചൂടോടെ കഴിക്കാനും തണുപ്പിച്ച് കഴിക്കാനും ഒന്നും കുഴപ്പമില്ല, എങ്ങനെയായാലും നല്ലതാണ്. അപ്പോൾ ഞാനിത് ചൂടോടെയാണ് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആ പാലിൽ നന്നായിട്ട് കുതിർന്നിട്ടുള്ള ഈ ഒരു കേക്ക് ഉണ്ടല്ലോ, അടിപൊളിയാണ് കഴിക്കാനായിട്ട്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു കിടുക്കൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.